റൂംസ് എല്ലാം റെഡിയാണ് സാർ. കുറച്ച് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് കാറെല്ലാം വിട്ടിട്ടുണ്ട്. ഓക്കെ സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു സാർ. മിസ്റ്റർ ബാബു വിജയനാഥിനെ ഒന്ന് ഫോണിൽ കിട്ടും. ജസ്റ്റ് എ മിനിറ്റ് സാർ. 322768. ഇത് റെസിഡൻസ് നമ്പറാണോ? അതെ. അവിടെ ആരുമില്ല. വൈഫ് ഹോസ്പിറ്റലായതുകൊണ്ട് പുള്ളി അങ്ങോട്ട് പോയിരിക്കുക. ഹോസ്പിറ്റൽ നമ്പർ ഉണ്ടോ? ഏത് ഹോസ്പിറ്റലാണ് സാർ? ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയില്ല. പിന്നെ എങ്ങനെ സാർ? മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ തന്നിട്ടില്ല. ഹലോ ജോസ്പേ, ആ റൂമിന്റെ താക്കോലേക്ക് എടുത്ത്. ഓക്കെ. ഹായ്. ഹായ്. എവിടെയായിരുന്നു ഇത്രയും നേരം? അയാൾ വന്നോ? അത് ബാബു ഏത് ഹോസ്പിറ്റലാണ് പോയതെന്ന് അറിയാത്തത് കൊണ്ട്. എങ്കിൽ ഞാൻ പോവുക. എവിടേക്ക്? തിരിച്ച് ഹെഡ് മാഷിന്റെ വീട്ടിലേക്ക്. അയ്യോ, അത് വേണ്ട. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ? മാഷിന്റെ ഫ്രണ്ട് വരുമ്പോ എന്റെ ബാഗും സാധനങ്ങളും ഒന്ന് അങ്ങോട്ട് എത്തിച്ചാ മതി. അങ്ങനെ പറയരുത്. ഹെഡ് മാസ്റ്റർ ഇത് അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. എനിക്ക് മാത്രമല്ല, ടീച്ചർക്കും. ബസ് സ്റ്റാൻഡിൽ വിടേണ്ടയാളെ ഞാൻ ഹോട്ടലിൽ വിളിച്ചോണ്ട് വന്നു. ആ വിചാരം നേരത്തെ ഉണ്ടാവാത്തത് എന്റെ കുറ്റാണോ? നമ്മൾ ആരും കുറ്റക്കാരല്ലല്ലോ ടീച്ചർ. ബാബു വിളിച്ചു. ഒരു ബാബുവിന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട. പ്ലീസ് നിർമ്മല, ബാബു ഉടനെ വരും, ഉടനെ വരും. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. എന്ത് പണിയാ? ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്ങാണ്ട് പോകാൻ ഇറങ്ങിയ രണ്ടാൾക്കാരെ പിടിച്ചോണ്ട് വന്ന് മുറിക്കാത്തിട്ടിട്ട് മുങ്ങിക്കളയുന്നത് വളരെ മോശം ഏർപ്പാടാണെന്നും അറിയാം. ഐ എം റിയലി സോറി. രാധയ്ക്ക് പെട്ടെന്നൊരു ചെറിയ ബ്ലീഡിങ്, കുറച്ച് ബ്ലഡ് വേണ്ടി വന്നു. ഈ റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് സംഘടിപ്പിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇന്നത്തെ യാത്ര മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഇപ്പൊ പുറപ്പെട്ട അസമയത്തായിരിക്കും പയ്യന്നൂരെത്തുക. അയ്യോ, ഒന്ന് എന്റെ ബാഗ് എടുത്തേരൂ, എനിക്ക് പോണം. ഓക്കെ ഓക്കെ, നിർബന്ധമാണെങ്കിൽ പൊയ്ക്കോളൂ. താനെന്താ പല ഒന്നും മിണ്ടാത്തത്? താൻ കൂടെ പോകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. രാത്രിയിലത്തെ ട്രെയിൻ റിസർവേഷൻ ശ്രമിക്കാം. അതുപോലെ നേരം വെളുക്കുമ്പോൾ വണ്ടി പയ്യന്നൂരെത്തും. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. വേണ്ട, അതൊന്നും ശരിയാവില്ല. എനിക്കിപ്പോ പോയേ പറ്റൂ. ഇതെന്താ ഇങ്ങനെ? ബാല, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ വേറെ മുറിയിലോട്ട് മാറുന്നു. രണ്ടാളും സുഖമായിട്ട് ഇന്നിവിടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ പോവാം. അതുപോലെ. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് എന്റെ വീട്ടിൽ പോണം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്നത്. ഞാൻ റെസ്റ്റോറൻറ്റിൽ കാണും. എന്താ എന്താ? എനിക്ക് തല കറങ്ങുന്നു. കുടിക്കാൻ വല്ലതും വേണോ നിർമ്മലേ? കുടിക്കാൻ വല്ലതും വേണോന്ന്? ബാബു, നിർമ്മലക്ക് നല്ല സുഖമില്ല. എന്തു പറ്റി? തലകറ കാണുന്ന പറഞ്ഞ്. നല്ല ക്ഷീണമുണ്ട്. കസേര തളർന്നു കിടക്ക്. തലകറക്കോ? അത് ശരി. അപ്പോ വിശേഷം വല്ലതും? വൃത്തിയോട് പറയുന്നു. വൃത്തിയോടോ?
ചില വിശേഷ സന്ദർഭങ്ങളിലാണല്ലോ സാധാരണ സ്ത്രീകൾക്ക് തല ഇറങ്ങുന്നത്. പ്ലീസ്, ഇതൊന്നുമല്ല. പെട്ടെന്നൊരു ഡോക്ടറെ വിളിക്കാൻ വല്ല വഴിയുണ്ടോ? താൻ ടെൻഷൻ അടിക്കാടോ. പാപ്പച്ച ഇവിടെയുള്ള സ്ഥിതിക്ക് ഒരു ഡോക്ടറെ ഇവിടെ തന്നെ കിട്ടും. എന്ന് വെച്ചാ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഡോക്ടർ പതിവാ. അവരൊന്നും തുമ്മിയാലോ മൂക്കിയേറ്റാലോ ഉടനെ ചികിത്സിക്കണ്ടേ? ഞാനൊന്ന് നോക്കട്ടെ. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്തോ ടെൻഷൻ കൊണ്ടുണ്ടായ ക്ഷീണമാണ്. റിലാക്സ് ചെയ്യാനുള്ള മരുന്നാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ 2-3 മണിക്കൂർ ഉറങ്ങിയെന്ന് വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഞാൻ റൂമിലുണ്ടാവും. ശരി. ഒന്നേ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ബാലകൃഷ്ണൻ സത്യം പറയോ? നിർമ്മലയ്ക്ക് എന്താ പ്രശ്നം? പ്രശ്നം നിർമ്മല എന്റെ ഭാര്യയല്ല, അത് തന്നെ പ്രശ്നം. ഭാര്യ അല്ലേ? പിന്നെ പിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നെനിക്ക് ആഗ്രഹം തോന്നിയ ഒരു പെൺകുട്ടിയാണ്. അപ്പോ കാമുകന്മാരാണല്ലേ? ഞാൻ കാമുകനാണ്, പക്ഷെ നിർമ്മല ഒരു പരിപൂർണ കാമുകയായിട്ടില്ല. ക്ഷീണം മാറിയോ? ഇപ്പൊ തന്നെ പോണമെന്നുണ്ടെങ്കിൽ രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് ഉണ്ട്. സ്റ്റേഷനിൽ പോകാൻ ബാബുവിന്റെ കാറും ഡ്രൈവറും കാത്തുക്കുന്നുണ്ട്. അതോ ഇനിയും റെസ്റ്റ് വേണമെന്നാണെങ്കിൽ? അതെ, 1-2 ഇവിടെ താമസിച്ച് റെസ്റ്റ് എടുക്കാം. തെറ്റെന്റെയാണ്. ഞാൻ മനസ്സിലാഗ്രഹിച്ച കാര്യം തന്നെ മറ്റൊരാൾ സങ്കല്പിച്ചപ്പോൾ അതിന്റെ ത്രില്ലില് വരും വരായികളെ പറ്റി ഞാൻ ചിന്തിച്ചില്ല. ഒരുപക്ഷെ ഉള്ളിൽ എവിടെയോ കുറച്ചു നേരത്തേക്കെങ്കിലും നിർമ്മലയുടെ സാന്നിധ്യം ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് പറ്റിപ്പോയതാണ് എല്ലാം. എന്നോട് ദേഷ്യമുണ്ടോ? അറിയില്ല. ദേഷ്യം തോന്നിയാലും വെറുക്കാതിരുന്നാ മതി. എനിക്കത് താങ്ങാൻ പറ്റില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നു. പലതവണ നേരിട്ട് പറയണമെന്ന് ആലോചിച്ചതാണ്, പറയാൻ കഴിഞ്ഞില്ല. നിർമ്മലയെ എനിക്കിഷ്ടാണ്, സ്നേഹമാണ്. എന്താ എന്താ കുട്ടി ആരാ? എന്താ എന്താ പറ്റിയ? റെസ്റ്റോറന്റിൽ വെച്ച് ബാബു പരിചയപ്പെടുത്തിയിരുന്നു. പാപ്പച്ചൻ, അദ്ദേഹത്തിന്റെ മകളാ. എന്താ ഉണ്ടായേ? കുട്ടിയെ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇപ്പൊ എനിക്കൊന്നും പറയാൻ വയ്യ. ഞാനിവിടെ ഉണ്ടെന്ന് ആരോടും പറയരുത് പ്ലീസ്. പാപ്പച്ചൻ മുറിയിലില്ലേ? ഞാൻ വേണമെങ്കിൽ കുട്ടിയെ ഫാദറിന് എടുത്തുകൊണ്ടാക്കാം. ശരിക്കും എന്താ ഉണ്ടായത്? ഒന്നും പറയാതെ കുട്ടി ഇവിടെ കയറി ഇങ്ങനെ നിന്നാലോ? ഞങ്ങൾ പോകാൻ ഇറങ്ങാണ്, ട്രെയിൻ തെറ്റും. എന്നെ വിട്ടിട്ട് പോകരുത് പ്ലീസ്. ഇവിടെ തന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. പിന്നെ പിന്നെ
ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കൊള്ളാം. വിളിക്കരുത്, ആരും വിളിക്കരുത്. എന്നെ അന്വേഷിച്ചായിരിക്കും. തുറക്കരുത്, എന്നെ കണ്ട അവർ കൊന്നളയും. വാതിലിന് മുട്ടിയാ തുറക്കാതിരിക്കുന്ന എങ്ങനെയാ? മാറി നിൽക്ക്. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ് സാർ. ഇങ്ങോട്ടൊരു പെൺകുട്ടി വന്നോ? ഇല്ലല്ലോ. ഈ ഭാഗത്തോട്ടാ വരുന്നത് കണ്ടത്. ഇനി മറ്റേ ബ്ലോക്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ബാബു ഏത് മുറിയിലാ ഉള്ളത്? ഒരു ഫോൺ വന്നിട്ട് സാർ പുറത്തു പോയല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കാർ ഇവിടെ കാർ ഇവിടെ ഉണ്ട്. അതേ ഒരു ഗസ്റ്റിന്റെ കൂടെയാ പോയത്. സത്യം പറയണം, കുട്ടി എന്ത് കുഴപ്പം കാണിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാനൊരു കുഴപ്പവും കാണിച്ചിട്ടില്ല. മദർ പ്രോമിസ്. പിന്നെ എന്താണ് പ്രശ്നം? അത് നിർമ്മല ഒന്നും കിട്ടും വന്നേ. നിർമ്മല പറ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നോടാണ് ചോദിക്കണേ? ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് വിളിച്ചോണ്ട് വന്നിട്ട് എന്തൊക്കെ ഇവിടെ നടക്കണേ? പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല ഇത്. അവന്മാര് വീണ്ടും വന്ന് ആ കുട്ടിയെ നമ്മുടെ മുറിയിൽ വെച്ച് കണ്ടുപിടിച്ചാൽ അത് നമുക്കും ആപത്താണ്. എവിടെ മാഷിന്റെ ഫ്രണ്ട് ആ ബാബു? ബാബുവിനെ വിളിച്ചു വരുത്താനൊന്നും സമയമില്ല. നമ്മൾ തീരുമാനിക്കണം. ഒന്നുകിൽ ആ കുട്ടിയെ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിടാം, അല്ലെങ്കിൽ നമ്മൾ തനിച്ചങ്ങ് പോകും. എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഈ അവസ്ഥയെ കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടാ മതി എന്നാ പറയണേ. എങ്കിൽ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ആ കുട്ടിയെ വിളിക്കൂ.